ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ LDC, ഖാദി ബോർഡ് LDC അതുപോലെ 10ാം ക്ലാസ് വയസ്സായിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറുകളാണ്. ഇത് LDC 2011 തൃശ്ശൂർ ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇതിലൊരു കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ച സ്ഥലം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. മീററ്റ്. മീററ്റിലാണ് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകൻ്റെ വാക്കുകളാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്നത്. ബാലഗംഗാധര തിലകൻ്റെ ജന്മസ്ഥലം മഹാരാഷ്ട്രയിലെ രത്നഗിരിയാണ്. 1856 അദ്ദേഹം ജനിച്ചത്. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ്. കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ്. കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ്. തവളകളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞതുകൊണ്ട് ഒന്നും നേടാനാകില്ല എന്ന് കോൺഗ്രസിനെ പരിഹസിച്ചത് ബാലഗംഗാധര തിലകനാണ്. തവളകളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞതുകൊണ്ട് ഒന്നും നേടാനാകില്ല എന്ന് കോൺഗ്രസിനെ ബാലഗംഗാധര തിലകൻ പരിഹസിച്ചു. ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ്, ഗീതാരഹസ്യം എന്നീ കൃതികൾ ബാലഗംഗാധര തിലകൻ്റേതാണ്. ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ് കൂടാതെ ഗീതാരഹസ്യവും. ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി വിപിൻ ചന്ദ്രപാലാണ്. ബംഗാൾ കടുവ. അൺഹാപ്പി ഇന്ത്യ എന്ന കൃതി രചിച്ചത് ലാല ലജ്പത് റായിയാണ്. ലാല ലജ്പത് റായിയുടെ ഒരു കൃതിയാണ് അൺഹാപ്പി ഇന്ത്യ. മെമ്മറീസ് ഓഫ് ലൈഫ് ആൻഡ് ടൈംസ് എന്ന കൃതി രചിച്ചത് ബിപിൻ ചന്ദ്രപാലാണ്. ബിപിൻ ചന്ദ്രപാലാണ് മെമ്മറീസ് ഓഫ് മൈ ലൈഫ് ആൻഡ് ടൈംസ് എന്ന കൃതി രചിച്ചത്. ദേശ് നായക് എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാവും ബിപിൻ ചന്ദ്രപാലാണ്. ദേശ് നായക്. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം 1945. 1945 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. UN ദിനം ഒക്ടോബർ 24. ഒക്ടോബർ 24 UN ദിനം. UNOയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലെ മാൻഹട്ടനാണ് UNOയുടെ ആസ്ഥാനം. UNOയുടെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവയാണ്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് UNOയുടെ യൂറോപ്പിലെ ആസ്ഥാനം. UNOയുടെ ആദ്യ സമ്മേളനം നടന്നത് ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു 1946. UNOയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6. സ്പാനിഷ്, അറബിക്, ചൈനീസ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, റഷ്യൻ. അവസാനം ഉൾപ്പെടുത്തിയ ഭാഷ ഇതിൽ അറബിയാണ്. UNOയിൽ ഇന്ത്യ അംഗമായത് 1945 ഒക്ടോബർ 30. 1945 ഒക്ടോബർ 30 ഇന്ത്യ UNOയിൽ അംഗമായി. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് സർ രാമസ്വാമി മുതലിയാറാണ്. സർ രാമസ്വാമി മുതലിയാറാണ് ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ റാഡ്ക്ലിഫ് ലൈൻ. റാഡ്ക്ലിഫ് ലൈനാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ. റാഡ്ക്ലിഫ് രേഖ നിർണയിച്ചത് സിറിൽ റാഡ്ക്ലിഫാണ്. ഇംഗ്ലണ്ടുകാരനായ സിറിൽ റാഡ്ക്ലിഫാണ് റാഡ്ക്ലിഫ് രേഖ നിർണയിച്ചത്. പാകിസ്ഥാൻ അംഗീകരിക്കുന്ന ഇന്ത്യ പാക് അതിർത്തി രേഖയാണ് 24ാം സമാന്തര രേഖ. 24ാം സമാന്തര രേഖയാണ് പാകിസ്ഥാൻ അംഗീകരിക്കുന്ന ഇന്ത്യ പാക് അതിർത്തി രേഖ. ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി രേഖ മക്മോഹൻ ലൈനാണ്. മക്മോഹൻ ലൈനാണ് ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി രേഖ. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി
പാക് കടലിടുക്കാണ്. പാക് കടലിടുക്കാണ് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി ഡ്യൂറൻ രേഖയാണ്. ഡ്യൂറൻ രേഖയാണ് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തി രേഖ. അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തി രേഖ 49ാം സമാന്തര രേഖയാണ്. അമേരിക്ക ആൻഡ് കാനഡ 49ാം സമാന്തര രേഖ. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും അതിർത്തി രേഖ 38ാം സമാന്തര രേഖയാണ്. 38ാം സമാന്തര രേഖ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും വേർതിരിക്കുന്നു. അപ്പോൾ റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ്. അതേപോലെ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി രേഖയാണ് മക്മോഹൻ ലൈൻ. പാക് കടലിടുക്ക് ഇന്ത്യയും ശ്രീലങ്കയുടെയും അതിർത്തിയാണ്. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് പാക് കടലിടുക്കാണ്. ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. 1952 ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. ലോക്സഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ലോക്സഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ലോക്സഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17-നാണ്. 1952 ഏപ്രിൽ 17-നാണ് ലോക്സഭ നിലവിൽ വന്നത്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-നാണ്. 1952 ഏപ്രിൽ 3 രാജ്യസഭയും 1952 ഏപ്രിൽ 17-ന് ലോക്സഭയും നിലവിൽ വന്നു. ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷൻ. ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ GV മാവലങ്കാറാണ്. GV മാവലങ്കാർ. രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ എന്നിവരടങ്ങുന്നതാണ് പാർലമെൻറ്റ്. രാജ്യസഭയും ലോക്സഭയും രാഷ്ട്രപതിയും ചേർന്നതാണ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ഉപരിസഭ രാജ്യസഭയും അധോസഭ ലോക്സഭയുമാണ്. രാജ്യസഭ, ലോക്സഭ എന്നിവയുടെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് രാജ്യസഭ, ലോക്സഭ എന്നിവയുടെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി അമൃത കൗർ രാജകുമാരി. അമൃത കൗർ രാജകുമാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഭാരതീയ വനിതയാണ് രാജകുമാരി അമൃത് കൗർ. രാജകുമാരി അമൃത് കൗർ ലോക ആരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഭാരതീയ വനിതയാണ്. റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയും രാജകുമാരി അമൃത് കൗറാണ്. റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത. ഗാന്ധിജി ധർമ്മ കൗക എന്ന് വിശേഷിപ്പിച്ചത് രാജകുമാരി അമൃത് കൗറിനെയാണ്. ധർമ്മ കൗക എന്ന് ഗാന്ധിജി രാജകുമാരി അമൃത് കൗറിനെ വിശേഷിപ്പിച്ചു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ആദ്യ പ്രസിഡന്റ് രാജകുമാരി അമൃത് കൗറാണ്. രാജകുമാരി അമൃത് കൗർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ആദ്യ പ്രസിഡന്റ്. പഞ്ചാബി ഭാഷയിലെ ആദ്യ വനിതാ എഴുത്തുകാരിയാണ് അമൃത പ്രീതം. അമൃത പ്രീതം പഞ്ചാബി ഭാഷയിലെ ആദ്യ വനിതാ എഴുത്തുകാരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ് ആണ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ് ആണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധിക എന്നറിയപ്പെടുന്നതും ആനി ബസന്റ് ആണ്. സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രസ്താവിച്ചത് ആനി ബസന്റ് ആണ്. സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് ആനി ബസന്റ് പ്രഖ്യാപിച്ചു. സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. സെൻട്രൽ ഹിന്ദു സ്കൂൾ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളെ നോക്കാം. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, NGS അയ്യങ്കാർ, മുഹമ്മദ് സാദുള്ള,
എൻ മാധവറാവു, അദ്ദേഹം BN മിശ്രയ്ക്ക് പകരം വന്ന ആളാണ്. പിന്നെ DP ഗേദാൻ, ഗേദാൻ്റെ മരണത്തെ തുടർന്ന് T കൃഷ്ണമാചാരി വന്നു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ ഇവരെല്ലാമാണ്: അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, NGS അയ്യങ്കാർ, മുഹമ്മദ് സാദുള്ള, N മാധവറാവു, അദ്ദേഹം BN മിശ്രയ്ക്ക് പകരം വന്നതാണ്. DP ഗേദാൻ, ഗേദാൻ്റെ മരണത്തെ തുടർന്ന് T കൃഷ്ണമാചാരി വന്നു. അംബേദ്കർ ജയന്തി ഏപ്രിൽ 14 ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി. അംബേദ്കറിന് ഭാരതരത്നം ലഭിച്ച വർഷം 1990. 1990 അംബേദ്കറിന് ഭാരതരത്നം അവാർഡ് ലഭിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി. ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകനാണ് കാൻഷി റാം. കാൻഷി റാം ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകനാണ്. ആധുനിക കർണാടകയുടെ പിതാവാണ് നിജലിംഗപ്പ. നിജലിംഗപ്പയാണ് ആധുനിക കർണാടകയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. ഫസൽ അലിയാണ് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ രാജ്യസഭയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. ടെമ്പിൾട്ടൺ അവാർഡ് ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയും ഡോക്ടർ രാധാകൃഷ്ണനാണ്. കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ളയാണ്. ഷെയ്ഖ് അബ്ദുള്ള കാശ്മീരിലെ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നു. Subscribe for more videos. To get instant notification for new videos, click on the bell icon.